കേരള നദൂത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ TP അബ്ദുൽ കോയ മദനി, മറ്റു നേതാക്കളെ, കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷമുള്ള ഒരു സംഗമമാണ് ഇത്. വളരെ ശാന്തമായ ഈ പ്രദേശത്ത് യഥാർത്ഥത്തിൽ ഒരു പന്തലിടേണ്ട ആവശ്യമില്ലാത്ത തണുത്ത ഈ ഒരു പ്രദേശത്ത് ഈ പ്രദേശത്തെ നമ്മുടെ ആളുകൾ കുടുംബസമേതം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനുമാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അള്ളാഹു തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ വന്ന ഉടനെ ഈ പ്രദേശത്തെക്കുറിച്ച് കേട്ട ഒരു കാര്യം, പഴയ കാലത്ത് നമ്മുടെ ബഹുമാനായ TP അബ്ദുൽ കോയ മദനിയൊക്കെ തോണി കുത്തിത്തൊഴഞ്ഞ് അങ്ങനെ ഇവിടെ എത്തി ദഅവത്ത് നടത്തിയ പ്രദേശമാണ് ഇത് എന്ന്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ തലമുതിർന്ന നേതാക്കളും പണ്ഡിതന്മാരുമൊക്കെ അവരുടെ പിന്മുറയെ കണ്ട് സന്തോഷിക്കുന്ന സമയം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ശിർക്കിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുളിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഇന്നത്തെ സൗകര്യമില്ലാത്ത ആ കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിവിടെ നമുക്ക് മൈക്കുണ്ട്, ഈ തണുത്ത സ്ഥലമായിട്ട് കൂടി നമുക്ക് ഫാനുണ്ട്, അങ്ങനെ തുടങ്ങി അൽഹംദുലില്ലാ സൗകര്യങ്ങളേറെയുണ്ട്. നമുക്ക് എത്തിച്ചേരാൻ വാഹന സൗകര്യം, ഈ റോഡും വാഹന സൗകര്യവും ഒക്കെയുണ്ട്. ഇതൊന്നുമില്ലാത്ത കാലത്ത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാഹി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ ഇന്നും ജീവിച്ചിരിപ്പുള്ള നമ്മുടെ TP പോലുള്ള കാരണവന്മാരായ പണ്ഡിതന്മാർ, നേതാക്കൾ പലരും രോഗശയ്യയിലാണ്, വിശ്രമത്തിലാണ്. വേറെ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. വിട പറഞ്ഞുപോയ നമ്മുടെ പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക്, പ്രവർത്തകർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതവും ശേഷ പരലോക ജീവിതവും അല്ലാഹു അനുഗ്രഹത്തിലും അവൻ്റെ തൃപ്തിയിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, അവർക്ക് പലരും TP തന്നെ ശാരീരികമായി പല പ്രയാസങ്ങൾക്കുമിടയിലാണ് ഈ ഓട്ടവും പാച്ചിലുമൊക്കെ. നമ്മുടെ ബഹുമാനായ ഹുസൈൻ മടവൂർ സാഹിബ് ശാരീരികമായ അസ്വസ്ഥ കാരണം വിശ്രമത്തിലാണ്. നമ്മുടെ പല പണ്ഡിതന്മാർ, മദനി, മുഹമ്മദ് മദനി, അങ്ങനെ തുടങ്ങി നമ്മുടെ പല പണ്ഡിതന്മാരും ശാരീരികമായി പ്രയാസങ്ങളിലുള്ളവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രിയമുള്ളവരെ, ദീർഘായുസ്സനും ആഫിയത്തോടുള്ള ദീർഘായുസ്സനും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു ആ നിലക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമയത്ത് നമ്മുടെ ആദർശവും അതേപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന വ്യതിചലനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എനിക്ക് ശേഷം സംസാരിക്കേണ്ട ഫാറൂഖ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ദീർഘമായി സംസാരിക്കുന്നതിന് പ്രസക്തിയില്ല. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദുന്യവിയായ അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ പലരും പല തട്ടിലായിരിക്കും. സാമ്പത്തിക ശേഷിയിൽ പലരും പല തട്ടിലായിരിക്കും. നമ്മുടെ ശാരീരിക ക്ഷമതയിൽ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ പലരും പല തട്ടിലായിരിക്കും.
അങ്ങനെ തുടങ്ങി കുടുംബവും അങ്ങനെ ഭൗതികമായ സൗകര്യങ്ങൾ ഏത് പരിശോധിച്ചാലും പലരും പല തട്ടിലായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. എന്നാൽ ചില ആളുകളെങ്കിലും ശാരീരികമായ അവശതകൾ കൊണ്ട് പ്രയാസമുള്ളവരാണ്. ശരീരത്തിലുള്ള ഏതെങ്കിലും ഭാഗത്തെ വേദന അവരെ അലട്ടുകയാണ്. അലർജികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളാവട്ടെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളാവട്ടെ, മറ്റു മാനസികമായ പിരിമുറുക്കങ്ങളാവട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹിന്റെ വലിയ അനുഗ്രഹം കിട്ടിയവരാണ്. എന്താണത്? അള്ളാഹുവിന്റെ ആ തൗഹീദ്, അത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ബാക്കി എന്തും നമുക്ക് സഹിക്കാം. ഒരുപക്ഷെ സാമ്പത്തികമായ ചില പ്രയാസം ഉണ്ടാവാം, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ ആ ദീൻ ഉൾക്കൊള്ളാൻ, ആ ഹിദായത്ത് ലഭിച്ചു എന്നത് ചെറിയ അനുഗ്രഹമല്ല. ഇതിന്റെ വില മനസ്സിലാവുക. ഇവിടെയുള്ള കാരണവന്മാരുണ്ട്. ഒരുപക്ഷെ അവർ പലരും നേരത്തെ ബഹുമാനായ TP അബ്ദുൽ ഖോയ മദനി നേരത്തെ സൂചിപ്പിച്ച പോലെ പലരും ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഒക്കെ അന്ധവിശ്വാസങ്ങൾ കഴിഞ്ഞവരായിരുന്നു മുമ്പ്. പിന്നെ ജീവിതയാത്രക്കിടയിൽ എവിടെയോ നടന്നൊരു പ്രോഗ്രാം, ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ എവിടെയോ ഭാഗം വായിച്ചത്, അതല്ലെങ്കിൽ വിദേശത്ത് പോയപ്പോൾ അവിടെ വെച്ചൊരു സുഹൃത്തിനെ പരിചയപ്പെട്ട് അവിടുത്തെ ഏതോ സെന്ററിൽ പോയി, അങ്ങനെ എങ്ങനെയോ ഒരു കാരണത്താൽ, അല്ലെങ്കിൽ യാത്രക്കിടയിൽ എവിടെയോ നമ്മുടെ ഒരു പള്ളിയിൽ ഒരു ജുമുഅക്ക് കയറി, അങ്ങനെയൊക്കെ ഏതോ ഒരു നിമിത്തത്തിലൂടെ ഈ വെളിച്ചം ഉള്ളിലേക്ക് ചെന്നവരാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളിൽ കഴിഞ്ഞ് പിന്നീട് ഈ തൗഹീദിന്റെ വെളിച്ചം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കാണ് ഈ അനുഗ്രഹത്തിന്റെ വില ഒന്നുകൂടെ അറിയുന്നത്. നമ്മൾ ഒന്ന് പിന്നോട്ട് നോക്കിയാൽ അതൊന്നുകൂടെ വ്യക്തമാകും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ റസൂൽ, അവ്വലുർ റസൂലാണ് അദ്ദേഹം. 950 കൊല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തിയ മഹാനായ പ്രവാചകൻ, 9.5 നൂറ്റാണ്ട്. എന്നിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. ചരിത്രം നമുക്കറിയാം. ആ മഹാനായ പ്രവാചകന്റെ ഭാര്യ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല. നമുക്കറിയാം, അവസാനം ആ പ്രദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്ന വെള്ളപ്പൊക്കത്തിലൂടെ ആ ഭൂമുഖം കഴുകി വൃത്തിയാക്കുന്ന, ശുദ്ധീകരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മോനോട് പറയുന്നുണ്ട് അദ്ദേഹം, യാ ബുനയ്യർകം മഅന, മോനെ ഈ രക്ഷയുടെ നൗകയിൽ, കപ്പലിൽ കയറടാ മോനെ എന്ന്. മോൻ പറഞ്ഞു, ഉപ്പ ഞാൻ ആ മലക്ക് മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു തിരമാല അദ്ദേഹത്തെ മുക്കിക്കളഞ്ഞു. ആലോചിക്കേണ്ടത്, ബഹുമാന്യ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ര ആഗ്രഹിച്ചിട്ടും ആ മകന് കിട്ടാതെ പോയ ഹിദായത്താണ് അള്ളാഹു നമുക്ക് തന്നത്. ഇതിന്റെ വില എത്രയും, നമ്മുടെ എന്ത് യോഗ്യത കൊണ്ടാണ്? അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹമാണ്. ശാരീരികമായ വേദനകളും അസുഖങ്ങളും നമ്മെ അലട്ടുന്നുണ്ടോ? സഹിക്കാം നമുക്ക്. അതിലും വലിയ അനുഗ്രഹം റബ്ബ് തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, ആരാധന എല്ലാ വശങ്ങളും അവന് മാത്രം അർപ്പിക്കാൻ, എന്ത് വെല്ലുവിളിയും പ്രതിസന്ധിയും ഉണ്ടായാലും ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നുള്ള ആ ഒരു വിശ്വാസം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ. അപ്പൊ ഈ ഒരു അനുഗ്രഹം ലഭിച്ച ആളുകളാണ് നമ്മൾ. അതിനൊരു നന്ദി ബോധം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഇനിയും ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് ആസർ വിഗ്രഹ നിർമ്മാതാവാണ്. വിഗ്രഹത്തെ നിർമ്മിക്കുന്നു, ആ വിഗ്രഹങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നു, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പിതാവിന്റെ മകനാണ് ആയിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം.
ആ പിതാവിനോട് വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പൊന്നു പിതാവേ, എന്തിനാണ് ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത, ഒരു ഉപകാരവും അങ്ങക്ക് ചെയ്യാത്ത ഇവയെ നിങ്ങൾ എന്തിന് ആരാധിക്കണം ഉപ്പാ എന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പിതാവിനോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, പിതാവേ, അങ്ങക്ക് ലഭിക്കാത്ത, വന്ന് കിട്ടാത്ത ചില അറിവുകൾ എനിക്ക് വന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ്യ, നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം ഉപ്പ, ഒന്ന് കേൾക്കണം, നിങ്ങൾക്ക് നല്ല വഴി ഞാൻ കാണിച്ചു തരാം എന്ന് പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അരികന്ന് ശിക്ഷ നിങ്ങൾക്ക് വന്ന് കിട്ടും ഞാൻ പേടിക്കുന്നുണ്ടുപ്പാ, ഒന്നിത് കേൾക്കൂ എന്ന് സ്നേഹത്തോടെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും കേൾക്കാത്ത ആ പിതാവ്, ഹിദായത്ത് ലഭിച്ചില്ല പിതാവിന്. നമുക്കറിയാമല്ലോ, പിതാവ് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ആട്ടിയോടിക്കുകയാണ്. ആ പിതാവിന്, ആ ആസറിന് കിട്ടാത്ത ഹിദായത്താണ് റഹ്മാനായ റബ്ബ് അനുഗ്രഹമായി നമുക്ക് തന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ വില ചെറുതല്ല. ഇനിയും പരിശോധിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ മൂത്താപ്പ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പ്രബോധന രംഗത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത മൂത്താപ്പ, ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുത്ത മൂത്താപ്പ, ആ മൂത്താപ്പയോട് പലവട്ടം അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ല പറ, നിങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു നോക്കാലോ, ഒന്ന് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ആ സമയത്ത് മൂത്താപ്പയുടെ മറുപടി, മോനെ, നീ ഈ പറയുന്ന ദീനാണ് ശരിയായ ദീനെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനിപ്പത് സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബക്കാരന്മാരെന്താ പറയാ, അവസാനം വെച്ച് അബൂ ത്വാലിബ് പിഴച്ചുപോയി എന്ന് പറയൂലേ, അത് എന്റെ മരണശേഷം എന്നെ പറ്റി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലടാ. അതുകൊണ്ട് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, മോനെ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ എന്ന് പറഞ്ഞ് മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കരഞ്ഞുകൊണ്ടാണ്. മൂത്താപ്പ നരകത്തിലായി പോകുമല്ലോ എന്ന സങ്കടത്താൽ. ആ വരുന്ന വരവിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കുന്നുണ്ട്. എന്താണ്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, അങ്ങ് ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കാൻ അങ്ങക്ക് കഴിയില്ല, മറിച്ച് അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് ഹിദായത്തിലാക്കുന്നത്. ഞാൻ പറയുന്നത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ആഗ്രഹിച്ചിട്ടും അത്ര പ്രവർത്തിച്ചിട്ടും ആ മൂത്താപ്പാക്ക് കിട്ടാതെ പോയ ഹിദായത്താണ് അർഹമുർ റാഹിമീനായ അല്ലാഹ് അവന്റെ ഔദാര്യമായി നമുക്ക് തന്നത് എന്ന് പറയുമ്പോ ഇതിന്റെ വില എത്രയാണ്? മറ്റെന്ത് പ്രശ്നം നമുക്ക് സഹിക്കാൻ പ്രിയമുള്ളവരെ? സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടോ, മറ്റു പ്രയാസങ്ങളുണ്ടോ, സഹിക്കാൻ കഴിയും നമുക്ക്. ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സാമ്പത്തിക സൗകര്യമുണ്ട്, മറ്റു ടെൻഷനോ രോഗമോ പ്രയാസങ്ങളോ ഇല്ല. ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിലോ, ഇപ്പോഴും ആ ശിർക്കിന്റെ അന്ധകാരത്തിലാണെങ്കിലോ, അതിലും വലിയ നഷ്ടമുണ്ടോ? ഇനി ഈ ഹിദായത്ത് നമുക്ക് ലഭിച്ചു, മറ്റെന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും സഹിക്കാൻ നമുക്ക് ഈ ദുനിയാവിലല്ലേ. പിന്നെ ഒരു ടെൻഷൻ ഇല്ലാത്ത, പിന്നെ ഒരു രോഗമില്ലാത്ത, പിന്നെ ഒരു പ്രയാസമില്ലാത്ത, വാർദ്ധക്യത്തിന്റെ അസ്വസ്ഥതകളില്ലാത്ത ആ സ്വർഗമുണ്ടാകില്ലേ ഈ വിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക്? അതാണ് നമ്മുടെ സമാധാനം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു തന്ന അനുഗ്രഹത്തിന് വളരെ ആത്മാർത്ഥമായി നന്ദി കാണിക്കണം. ആ നന്ദി രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹുവിന് ഹംദ് പറയലാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന ഒരു പ്രഖ്യാപനം നമ്മിൽ നിന്നുണ്ടാകണം. രണ്ടാമത്തേത്, അതിലേക്ക് മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കുക എന്നതാണ്. സമയത്തിനനുസരിച്ച് ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഈ രണ്ട് തരത്തിലുള്ള നന്ദിബോധം നമ്മിൽ ഉണ്ടാകണം. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ മഹത്വം എന്താണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ. ഇലാഹായി, യഥാർത്ഥ ഇലാഹായി അവനേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പരിചയമില്ലാത്ത മുസ്ലിങ്ങളില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഇലാഹേ ഇല്ല എന്നാണ്. ഇലാഹ എന്ന വർഗമേ ഇല്ല, ഇലാഹ എന്ന ആ ജിൻസേ ഇല്ല എന്നാണ്. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇലാഹായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിനല്ലാതെ പലരും പലതിനെയും ആരാധിക്കുന്നുണ്ടല്ലോ. കല്ലിനെയും മരത്തെയും സൂര്യനെയും എലിയെയും മൂർഖൻ പാമ്പിനെയും അങ്ങനെ തുടങ്ങി പലതിനെയും ആരാധിക്കുന്നവരുണ്ടല്ലോ, ഉണ്ട്. ഇതൊക്കെ ഭാഷയിൽ ഇലാഹല്ലേ? ആണ്. എന്നാൽ യഥാർത്ഥ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ല മാത്രമാണ്. അതാണ് പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്നത്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ യഥാർത്ഥമായ നിലക്ക് ഇലാഹില്ല എന്ന്. പലതും ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ അത് അല്ലാഹു തആല മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആരാധന എല്ലാ വശങ്ങളും അല്ലാഹുവിന് മാത്രമായിരിക്കണം അർപ്പിക്കേണ്ടത്. ആരാധന അല്ലാഹുവിനല്ലാതെ അർപ്പിച്ചാൽ ശിർക്ക് സംഭവിക്കും എന്നത് ആണ് അതുകൊണ്ട് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധിച്ചാൽ, അല്ലെങ്കിൽ അവന് മാത്രം അർപ്പിക്കേണ്ട ആരാധന ഏതെങ്കിലും വശം അല്ലാഹു അല്ലാത്തവർക്ക്, അവനല്ലാത്തവർക്ക് അർപ്പിച്ചാൽ അതുകൊണ്ട് ശിർക്ക് സംഭവിക്കും. ആരാധന എന്ന് പറയുമ്പോൾ ഏതാണെങ്കിലും, ഈ ആരാധന ഏതാണെങ്കിലും അല്ലാഹു അല്ലാതെ അർപ്പിച്ചാൽ ശിർക്ക് സംഭവിക്കും. ശിർക്കാണ് ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. അതിനപ്പുറം ഒരു തെറ്റ് ചെയ്യാൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ല. ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് അത് ഏറ്റവും ഗുരുതരമായ ദുൽമാണ്. ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്നാണ്. അതിന്റെ വിപരീതം അദ്ല് എന്നാണ്, നീതി എന്നാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ നീതി. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ദുൽമ്. കാരണം ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമമാണ്, ക്രമം തെറ്റിക്കലാണ്. ഈ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്ത ആരാധനക്ക് അർഹതയുള്ളവനെ മാത്രം ആരാധിക്കുക എന്നതാണ് ക്രമം. ആ ക്രമം തെറ്റലാണ് അക്രമം, ദുൽമ്. ഏറ്റവും വലിയ ദുൽമ് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. എന്നാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏറ്റവും വലിയ നീതി അത് ആ തൗഹീദാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനിൽ പങ്കു ചേർത്താൽ സംഭവിക്കുന്നത് അത് ഏറ്റവും വലിയ ദുൽമാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ശിർക്ക് അല്ലാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് പൊറുക്കില്ല. പൊറുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശദീകരണമുണ്ട്. ശിർക്കും പൊറുക്കും, ശിർക്കും പൊറുക്കും. എപ്പോ? ആ ശിർക്ക് ചെയ്ത മനുഷ്യൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ. സാധാരണ അല്ലാതെയും അല്ലാഹു തെറ്റ് പൊറുക്കാം, അങ്ങനെ ശിർക്ക് പൊറുക്കില്ല. ശിർക്ക് പൊറുക്കണമെങ്കിലുള്ള നിബന്ധന ആ ചെയ്ത മനുഷ്യൻ തൗബ ചെയ്തിരിക്കണം എന്നതാണ്, അല്ലാതെ പൊറുക്കില്ല. അതാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പ്രിയമുള്ളവരെ, ഇത്ര ഗൗരവമുണ്ട്, ഇത്ര ഗൗരവമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഈ ശിർക്കിന്റെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. എന്തിന്റെ എല്ലാം രൂപത്തിലാണ്? പലതും കടന്നു വരികയാണ്, പല നിലക്കുള്ളത് കടന്നു വരികയാണ്. ഇപ്പോ അല്ലാഹുവിനെ മാത്രം ഭരമേൽപ്പിക്കണം, പകരം വേറെ ചിലയിടത്ത് പലയിടത്തും ഭരമേൽപ്പിക്കുകയാണ്. ഒരാൾ നമ്മുടെ നാട്ടിലെ സമൂഹത്തില് ഒരാൾ പുതിയൊരു വാഹനം എടുക്കാന്ന് വിചാരിക്കും. അങ്ങനെ വാഹനം ബുക്ക് ചെയ്തു, ഷോറൂമിൽ നിന്ന് വിളിച്ചു പറയുക നാളെ നിങ്ങളെ വണ്ടി കിട്ടും എന്ന് പറയും. ആ നാളെ അതെങ്ങാനൊരു ചൊവ്വാഴ്ചയാണ്, ഈ പറയും നാളെ വേണ്ട മറ്റന്നാൾ മതി. അതെങ്ങാനൊരു ചൊവ്വാഴ്ചയാണെങ്കിൽ ഇയാൾ വിളിച്ച് പറയാണ്, പിന്നെ ആ ഷോറൂമിൽ നിന്ന് നാളെ എത്തിക്കോളൂ, തിങ്കളാഴ്ച വിളിക്കണേ, നാളെ എത്തിക്കോളൂ, പിന്നെ വാഹനം കൊണ്ടുപോവാന്ന്.
നാളെ വേണ്ട മറ്റന്നാൾ മതിയായിരുന്നു. അതെന്ത്? ചൊവ്വാഴ്ച അത് ശരിയാവൂല. എന്തേ ശരിയാവൂല? ആര് പറഞ്ഞു? ഇവൻ പറഞ്ഞു. ഇസ്ലാമികയുടെ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ തിങ്കളാഴ്ച ബുധനാഴ്ച വണ്ടി എടുത്തിട്ട് ഇവന് കൊണ്ടുപോകണം. ആ വണ്ടി എങ്ങോട്ട്? ആദ്യം എങ്ങോട്ടാ കൊണ്ടുപോകണം? ചില മക്ബറകളിലേക്കാണ്. അവിടെ കൊണ്ടുപോയിട്ട് ചില ആൾക്കാരെ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് കെട്ടി ആയിട്ട് വേണം കൊണ്ടുവരാൻ. ഇല്ലെങ്കിലോ വണ്ടി തട്ടാം മുട്ടാം. ഇങ്ങനെ അതേപോലെ ഒരാള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഒരാളുടെ കല്യാണം എന്ന് വിചാരിച്ചു, ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം. അപ്പൊ കല്യാണം അങ്ങനെ പുതിയാപ്പിള ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് പുതിയാപ്പിള ഇറങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. വണ്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോ ഇവിടെ മുന്നിലൂടെ കറുത്ത പൂച്ചാണ് പോയാൽ ബേജാറായി. ഇവൻ ചിലപ്പോ കല്യാണത്തിന് തിരക്കിന്റെ ഇടയിൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കണം, ഉമ്മയും ബാപ്പി ഇത് കാണും. പഠിച്ച റബ്ബേ, ഈ കുട്ടി ഈ കുട്ടി പുതിയാപ്പിള ഇറങ്ങാൻ നേരത്തുള്ള പൂച്ച, കറുത്ത പൂച്ചയിൽ പോയത്. അതെന്ത്? ഇവൻ ഇറങ്ങുന്ന ടൈം നോക്കിയിട്ടാ പൂച്ച പോവുക? ഇവന്റെ പുതിയാപ്പിള ഇറക്കം എപ്പോഴാ നോക്കിയിട്ടാ? അല്ല, പൂച്ചക്ക് പോകണം തോന്നി പൂച്ച പോയി, ഇവന് പോകേണ്ട നേരെ ഇപ്പം പോയി, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ ഈസലാകുകയാണ്. പിന്നെ ഇമ്മാന്റെ കൽബ് ഇങ്ങനെ കുൽബായിക്കൊണ്ട് പഠിച്ചോനെന്റെ കുട്ടി എങ്ങാനും ഇതിങ്ങനെ മുന്നോട്ട് പോയി, കുറച്ചു കാലം മുന്നോട്ട് പോയി, ആ വിവാഹം എങ്ങാനും തൊലാക്കിലെത്തി വിചാരിക്കും. അപ്പം അമ്മക്ക് ഓർമ്മാവും, ആ അന്നേ ഞാൻ സംശയിച്ചത് ആ പൂച്ചന്റെ പോക്ക് നല്ലതിനല്ല. അതേപോലെ ചില ആളുകള് ഇപ്പോ വീടിന്റെ വാർപ്പ്, ഈ കോൺക്രീറ്റിന്റെ വർക്ക് തുടങ്ങുകയാണ്. അപ്പൊ ഈ തുടങ്ങുന്ന അല്ലെങ്കിൽ വാർപ്പിന്റെ സമയം, ഇതിങ്ങനെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്ത് ഈ ഇതിന്റെ പണിക്കാരൻ വിളിച്ചാണ്ട് പറഞ്ഞ് ഞായറാഴ്ച വിളിച്ച് പറയാണ്, നാളെ നമുക്ക് തിങ്കളാഴ്ച വാർപ്പാണ്. അപ്പൊ ഇതിനു മുമ്പേ അവര് കമ്പി അടിക്കലും പല കെട്ടലും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്തോ ഞായറാഴ്ച വരെ ലീവ് എടുക്കാതെ പോലെ ഇതൊക്കെ കെട്ടി. പക്ഷെ നാളേക്ക് ഇത് റെഡിയായില്ല, ഇനിയും കമ്പി ഇട്ടാനും പലകടിക്കാനും കുറച്ച് ബാക്കിയുണ്ട്. അങ്ങനെ ഇവര് പറഞ്ഞ് നാളെ വാർപ്പ് നടക്കൂല, മറ്റന്നാളാക്കാം. ഇന്നിപ്പോ ഞായറാഴ്ചയാണല്ലോ, മറ്റന്നാളാക്കാം. അപ്പൊ നമ്മൾ ഇവര് പറയും മറ്റന്നാളാണ്, അതിലിട്ട് ചെയ്തേക്കോട്ടെ. അന്ന് ചൊവ്വാഴ്ചയാണ്. എന്തതിന് പറ്റി? ഇനിയിപ്പോ ഒരാൾ ചൊവ്വാഴ്ച നടത്തി, അപ്പൊ തന്നെ കുടുംബത്തിലെ ചില ആൾക്കാർക്ക് അസ്വസ്ഥത. പഠിച്ചോനെ, ചൊവ്വാഴ്ചയാണ്. എന്ത് ചൊവ്വാഴ്ച? ബുധനാഴ്ച മരുന്നില്ല, ചൊവ്വാഴ്ച. ഇനി അതിങ്ങനെ ചൊവ്വാഴ്ച വാർത്തുകൊണ്ടിരിക്കുകയാണ്. വാർക്കുന്നതിനിടയിൽ ഒരു ഭാഗം എന്തോ ചെറിയ മുട്ട് ഒഴിഞ്ഞിട്ട് ഒരു ഭാഗം വീണ് തരുന്നോട് അപ്പൊ പബ്ലിസിറ്റി ആയി, കണ്ടോ ചൊവ്വാഴ്ച. ഇനിയിപ്പോ ഈ ബുധനാഴ്ച വാർത്തൊക്കെ ലെവലായി നിൽക്കുന്നുണ്ടല്ലോ, എടുത്തു എത്ര മുട്ടി വീണുണ്ടാവും അതറിയില്ല, അതിനെപ്പറ്റി ചർച്ചയുണ്ടാവില്ല. ഇതെന്താ ആ കല്ലുമലായിരിക്കും ഈ മുട്ട് കൊടുത്തത്, കല്ലൊഴിഞ്ഞു വീണ്, അത് സ്വാഭാവികല്ലേ, അത് മാറ്റി ചെയ്യേണ്ടി വരും, ഇത്രല്ലേ ഉള്ളൂ. എന്നിട്ട് ഇതിന് ഈസലായി നടക്കുകയാണ്. ഇങ്ങനെ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം എവിടുന്ന് തുടങ്ങണം? കുറ്റിയടി അല്ലെ, അവിടുന്ന് തുടങ്ങണം. കുറ്റി അടിക്കാറിനാല് ഈ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കീറാനാണ്, അതിന്റെ അടയാളത്തിനാണ് ഈ കുറ്റി അടിക്കാറ്. അപ്പൊ ഇത് എവിടെ അടിക്കണം? നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, കന്നിമൂലയും തുടങ്ങണം. കന്നിമൂല പറഞ്ഞാല് ഈ തെക്ക് പടിഞ്ഞാറ് മൂല, അവിടുന്ന് തന്നെ തുടങ്ങണം. ഇതിപ്പോ മിക്കവാറും ചതുരത്തിലായിരിക്കുമല്ലോ. നമ്മളെ സംബന്ധിച്ച് ഏത് മൂലയും തുടങ്ങാം. കുറ്റി അടിക്കണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഈ എന്താ പറയാ കയറിട്ടാൻ നൂലിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടിയാൽ കറക്റ്റ് കീറാൻ അതിനാണ്, അടയാളത്തിനാണ്. അപ്പൊ അത് കുറ്റി അടിക്കേണ്ടി വരും. ആ എമ്മയ്ക്ക് ഇവിടുന്നും തുടങ്ങാം, ഏത് മൂലയും തുടങ്ങാം. ഇതിപ്പോ അതാണെങ്കിൽ ഇവിടുന്നും ഒക്കെ തുടങ്ങാം. വിസ്മയില് തുടങ്ങണം, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാം കണക്കാണ്. ചില ആൾക്കാർക്ക് അവിടുന്ന് തന്നെ തുടങ്ങണം. ഏത്? ഈ പറഞ്ഞ മൂലയിൽ തന്നെ തുടങ്ങില്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി നേരത്തെ പറഞ്ഞ മാതിരി വേറെ ഏതോ മൂലയും തുടങ്ങി കോൺക്രീറ്റിന്റെ സമയത്ത് എന്തോ സംഗതി ഉണ്ടായി, അപ്പൊ പറയണ്ട അന്ന് തന്നെ തുടങ്ങിയത് അവിടെയാണ്. ഇനിയിപ്പോ ഇവിടെ തുടങ്ങി എല്ലാ ലെവലായി നിൽക്കണോ? എത്ര വീടുണ്ടാവും? അങ്ങനെ വീടുണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ വന്ന് ചില പഴയ കാലത്ത് പല പോയിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കാരണം പോയിട്ടുണ്ട്. പഴയ കാലത്ത് എന്താണ്, ഇവിടെ മുന്നിലൊരു ദ്വാരം, ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു കേട്ടോ, മുന്നിലൊരു ദ്വാരം. എന്നിട്ട് അതിന്റെ അപ്പുറത്തെ ചുമരുണ്ടാവുമല്ലോ, ഇതിന് നേരെ അപ്പുറത്തെ ചുമരുമ്പോഴും ദ്വാരം.
അങ്ങനെ എത്ര ചുമരുണ്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം. ഒരു പൈപ്പ് കൂടെ നോക്കണ ഇങ്ങനെ കാണാൻ പറ്റും. കാരണം എന്താ, ഇവിടുന്ന് അതുവരെ ഹോളാണ്. പഴയ കാലത്ത് എന്ത് പോക്ക് വരവുണ്ട്. ഓ വാശി പിടിച്ചോണ്ട് ആയിക്കൂടെ തന്നെ പോകണല്ലോ. അങ്ങനെ ഇടങ്ങേറായി പോണേ നല്ലതിനായി കൂടെ അല്ല പോണ ആൾക്കാരുണ്ടെങ്കിൽ. എന്നിട്ട് അങ്ങനെ അതിന് ദോരട്ടിട്ട് നമ്മള് സാധാരണ എയർ ഹോളല്ലാട്ടോ പറഞ്ഞത്, അത് എയർ അടക്കാളാണ്. ഞാൻ അടക്കണ്ട, ഇത് കിട്ടണ്ടേ, വലിയ ആവേശം കയറിക്കണ്ടേ. അത് എയർ ഹോളാണ്, മറ്റത് ശൈത്താൻ ഹോളാണ്. മനസ്സിലായേ? എന്തോ ചില ആൾക്കാർക്ക് പോകാണ്ടല്ലോ. ഇപ്പൊ ഒക്കെ അടഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ശക്തമായ പ്രവർത്തനം കാണാൻ അടഞ്ഞു. ഇനിയിപ്പോ അത് വേറെ ദൂരത്തിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള വേറെ നമ്മൾ ആലോചിക്കണം കേട്ടോ. അത് നമ്മൾ വേറെ ആലോചിക്കേണ്ട വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇരിക്കട്ടെ, പറയുന്നത് ഇങ്ങനെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, കുറെ മാറി, അതിശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അതേപോലെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തില് ഈ ഗൈബ് അറിയും, അദൃശ്യ കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട്. നമ്മളെ കൗമാണെങ്കിൽ തങ്ങന്മാര്, ബീമാര് എന്ന് പറയും. വേറെ സമൂഹത്തിലാണെങ്കിൽ പണിക്കന്മാരെന്നോ മറ്റു പല ഓരോ കമ്മ്യൂണിറ്റിക്കനുസരിച്ച് ഓരോ പേരുണ്ടാവും. ഇതിന്റെയൊക്കെ സംഗതികളൊക്കെ ഒന്നാണ്. എന്താണ്, ഇവർക്ക് ഭാവി അറിയും, ഇവരെ സമീപിച്ചാൽ ഭാവി പറഞ്ഞുതരും എന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലാണ് പോണത്. അറിയോ ഇല്ല, അങ്ങനത്തെ എത്രയോ ചില കേസിൽ പോലീസ് പിടിച്ച് പൊക്കിക്കൊണ്ടേ കേൾക്കണ അല്ലേ. എന്നാ ഇവിടെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പോലീസ് വരുന്നെങ്കിൽ ഈ സാധുവിനെ അറിയോ, അറിഞ്ഞോടെ ഇരിക്കുവോ? അതും കൂടി അവൻ അറിയില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പോലീസ് അവനെ പൊക്കി പോകാണ്ട് അറിഞ്ഞോ അവിടെ ഇരിക്കുവോ? ഓൻ്റെ ആ ശീലം പിരിച്ചാണ്ടിരിക്കുവോ? ഇല്ലല്ലോ, അറിയില്ല. എന്നിട്ട് ഇവരങ്ങനെ പറയാ, അതങ്ങനെ ശരിയായി കിട്ടും, അപ്പൊ അതിന് ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടാവും. ഇതാണ് സംഭവം. എന്നാൽ അത്തരം ആളുകൾ നമ്മൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ചുകൊണ്ട്, മൻ അത്താ കാഹിനൻ ഔ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മൻ അത്താ കാഹിനൻ ഔ അറാഫ? ആരെങ്കിലും ഒരു കണക്ക് നോട്ടക്കാരന്റെ, ജ്യോത്സ്യന്റെ, അല്ലെങ്കിൽ നീ ഏതോ കമ്മ്യൂണിക്കേറ്റർ അനുസരിച്ച് എന്ത് പേര് പറഞ്ഞാലും ആ സംഗതി, ആ ആളുകൾ അരികിൽ ചെന്നു, എന്നിട്ട് ഫസഅലഹു അൻ ഷൈഇൻ, വല്ല കാര്യവും അവരോട് ചോദിച്ചു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, എന്നിട്ട് അയാൾ പറയുന്നതിൽ വിശ്വസിച്ചു എങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. ആലോചിച്ച് നോക്കി. ഇനി ആ പോക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, പോയി നോക്ക് നമ്മള്. മറ്റോലൊക്കെ പോയിനിയോലോ, ഇവലും പോയിനിയോലോ, എന്നിട്ട് എന്തൊക്കെ വിവരം ഉണ്ടാവല്ലോ, ആ പറഞ്ഞൊക്കെ സത്യം ആയോലോ. ഈ ഒരു ഓലോക്ക് ഭയങ്കര പബ്ലിസിറ്റി കാരം, തെളിവൊന്നും ഉണ്ടാവില്ല. ഓലോ കാരം പ്രചാരണം. അങ്ങനെ ഈ ഓലോന്നും പറഞ്ഞിട്ട് പോണ ചില ആൾക്കാർ, അവരെ സ്ഥിതി എന്താണെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതിൽ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഓലൊക്കെ പോയോ, നമ്മൾ പോയി നോക്കുക, അങ്ങനെ പോക്കുണ്ട്. ആ പോക്കാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമൻ, അവന്റെ ഒരു നിസ്കാരവും സ്വീകരിക്കൂല. ആ അവസ്ഥ 40 ദിവസം ഉണ്ടാവും. ഒരു പോക്കിന് 40 ദിവസത്തെ നിസ്കാരം പോയി കിട്ടി. 2 ദിവസം പോയാല് അത്രയും പോയി അല്ലേ. ഇനി ഈ പോക്ക് എന്തിന്റെ പേരിലാണ്? പണ്ടം പോയാൽ അവര് പറഞ്ഞുതരും, അല്ലെങ്കിൽ എന്തോ ഒരു അസുഖം ഉണ്ട് അതുപോലെ പറഞ്ഞുതരും. മറ്റിവിടെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്തിട്ടൊന്നും കിട്ടില്ല, ഈ സാധുവിന്റെ അടുത്ത് പോയാൽ കിട്ടുകയാണ് ഇപ്പൊ. കാരണം ഇവന് ഗൈബ് അറിയും, മറഞ്ഞ കാര്യം അറിയും എന്ന് പറഞ്ഞാ പോണത്. അറിയില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കല്യാണ സദസ്സിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. നമുക്കറിയാം, നമ്മൾ കേട്ട സംഭവം. ചെല്ലുമ്പോ അവിടെ ചെറിയ മക്കൾ, ചെറിയ കൊച്ചു പെൺകുട്ടികള്, അവരുടെ പിതാക്കൾ ബദർ യുദ്ധത്തിൽ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് പാട്ട് പാടുന്നു. നമ്മളെ മാപ്പിള പാട്ടുണ്ടല്ലോ, ആ ടൈപ്പ് പാട്ട് പാടുക. ആ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നത്. അപ്പൊ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ ഈ കുട്ടികൾ വരിയൊന്ന് മാറ്റി. എന്താ? വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങൾക്കൊരു നബിയുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നബിയുണ്ട്. ആ നബി നാളെ നടക്കുന്ന, ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയും. നബിക്കോ അറിയില്ലല്ലോ. ഈ കുട്ടികൾ ഇത് പാടിയപ്പോ റസൂലുള്ളാഹി എന്ത് ചെയ്തു അറിയോ? ഈ കുറച്ചു മുമ്പ് മൂലര് പ്രസംഗിച്ച്
റസൂലുള്ളാഹി സദസ്സിലേക്ക് ചെല്ലുമ്പോ കുട്ടികൾ ഇങ്ങനെ പാട്ടുപാടി റസൂലുള്ളാഹി വിരോധിച്ചില്ല, തടഞ്ഞില്ല. അച്ഛ നുണയാണ്. അതിന്റെ അടുത്ത വാചകം എന്താ അറിയോ? റസൂലുള്ളാഹി പറഞ്ഞു, മക്കളെ ഇത് പാടല്ലേ, നിങ്ങൾ നേരത്തെ പാടിയില്ലേ അത് പാടിക്കോ, ഇത് പാടല്ലേ. അമ്മാ ഹാദാ ഫലാ തഖൂലുഹു, മക്കളെ ഇത് നിങ്ങൾ പറയല്ലേ, പാടല്ലേ. ഫഇന്നഹു ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, ഭാവിയിൽ നടക്കുന്ന കാര്യം അല്ലാഹ്ക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല മക്കളെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മക്കളെ തിരുത്തുകയാണ്. മനസ്സിലായോ? അറിയെങ്കിൽ റസൂലുള്ളാഹി തിരുത്തോ? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത കാര്യമാണ് ഈ മനുഷ്യന്മാർക്ക് അറിയണമെന്ന് വിശ്വസിക്കുക. അത് വിശ്വസിച്ച സുന്നത്തെ മാറ്റം. അപ്പൊ പ്രിയമുള്ളവരെ, കൃത്യമാക്കുക നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം, അത് വ്യതിചലനമില്ലാതെ വ്യതിയാനമില്ലാതെ കൃത്യമാക്കുക. വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമാക്കുക. ഇത് നമ്മൾ ആലോചിച്ചു നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂത സ്ത്രീ ഒരിക്കൽ വിരുന്നൊരുക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആടിന്റെ കൈക്കുറകിന്റെ ഭാഗം നല്ല ഇഷ്ടമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഒരു ജൂത സ്ത്രീ എന്ത് ചെയ്യാണ്, ഈ ആട്ടിന്റെ ആ ഭാഗത്ത് അതിൽ മാംസത്തിൽ വിഷം കലർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളും കൊടുക്കുകയാണ്. അങ്ങനെ ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ നിന്ന് കടിച്ചു. വഹി വരുമ്പോഴാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. ഇതറിയാതെ ബിശ്ർ റളിയല്ലാഹു അൻഹു കഴിച്ചു, മരിച്ചുപോയി. അല്ലേ? ഇവർക്കൊന്നും വഴി പറഞ്ഞില്ല, അദൃശ്യക്കാരെ അറിഞ്ഞില്ല. എന്നിട്ട് ഇമ്മനുഷ്യന്മാർക്ക് അറിയുന്നിട്ട് അതിന്റെ പിന്നാലെ പോവാ നമ്മുടെ സമൂഹത്തിലെ ആളുകള്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായി ഇടപെട്ട ഒരു ഏരിയ. ഇപ്പൊ അൽഹംദുലില്ലാഹ് കുറെ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നിപ്പോ വേറൊരു ഏരിയയിലാണ്. എന്താ വെച്ചാല് കറാമത്തിന്റെ പേരിൽ കുറെ കഥകൾ. ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്ന ആര് വലിയ ചർച്ച നടക്കുകയാണ്. അല്ലല്ലേ ലോകം നിയന്ത്രിക്കുന്നത്? അത് നമുക്ക് തീരുമാനമായി. പക്ഷെ തീരുമാനാത്ത കുറെ മനുഷ്യന്മാര്. ആരപ്പ ലോകം നിയന്ത്രിക്കുന്ന ചോദിച്ചാല് 10-30 കൊല്ലം മുമ്പ് കോഴിക്കോട് മരിച്ചുപോയ CM മടവൂർ എന്ന് പറഞ്ഞ ആളാണ്. മുപ്പരെ പറ്റി വലിയ CM വലിയുള്ള ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകം നിയന്ത്രിക്കുക. എന്നിട്ട് ആ മനുഷ്യൻ കണ്ണടച്ചാൽ ആകാശത്തുകൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തകർന്നു വീഴുമത്രേ. അയാൾ 10-30 കൊല്ലം മുമ്പ് കണ്ണടച്ച് പോയി. ഇഞ്ഞു കൊടുക്കാൻ കണ്ണടക്കാൻ, ഇനി അതിന്റെ അപ്പുറം കൊടുക്കാൻ മനുഷ്യൻ കണ്ണടക്കാന്. നമ്മൾ പറയല്ലേ, ഞാൻ കണ്ണടക്കണ വരെ ആ സംഗതി നടക്കൂല. എന്താ മരിക്കണേരെന്നാ. ഇതിന്റെ അപ്പുറം കൊടുക്കാൻ കണ്ണടക്കാൻ. ഇനി കണ്ണടച്ചാല് വിമാനം തകർന്നു വീഴും അത്രേ. അതേമാതിരി മൂപ്പര് മരിച്ചവരെ ജീവിപ്പിക്കണ കുറെ കഥ, ഒക്കെ കഥ കേട്ടാ വെട്ടി പൊട്ടിക്കാണ്. മൂപ്പരൊരിക്കെ ഒരു കാറിൽ ഇങ്ങനെ പോണ സമയത്ത് ഒരു ബ്ലോക്കിൽ പെട്ടു. ലോകം നിയന്ത്രിക്കുന്ന ആളെങ്ങനെ ബ്ലോക്കിൽ പെട്ടു എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട കേസാണ്. ഏതായാലും ബ്ലോക്കിൽ പെട്ടു എന്നല്ല, ബ്ലോക്കിൽ വണ്ടി കാറിങ്ങനെ ഇരിക്കുമ്പോൾ മുന്നത്തെ വാഹനത്തിന് വല്ലാത്ത കരച്ചിൽ കേൾക്കണത്ര. കഥയണേ, മൂല്യന്മാരെ വയലാ. അങ്ങനെ ഇയാൾ ചെന്ന് നോക്കി. അപ്പൊ ഈ കരച്ചിലിന്റെ കാരണം എന്താന്ന് അറിയണമെങ്കിൽ ആ സാധുവിന് അവിടെ പോണം. ലോകം നിയന്ത്രിക്കുന്ന ആളാണ്, എങ്ങനെ നോക്കണം, അവിടെ പോണം. അങ്ങനെ ചെന്ന് നോക്കുമ്പോ എന്താ വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. ഒരു ആംബുലൻസ് സ്വന്തമാണ്. അതിൽ ആ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ കുടുംബക്കാരും ബന്ധുക്കളും എന്നിട്ടാണ് കരയണതെന്നാണ്. മൂലരെ വയലാണ്. അങ്ങനെ ഇയാളെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നത്രേ. ആ കുടോണ്ട് ഈ മയ്യത്തിന് ഒരൊറ്റ കുത്ത്. എണീക്കുക. എണീച്ചു. ആ കുടപ്പ കിട്ടുമോ? നിങ്ങൾ ആലോചിച്ചോ. ഇത് വിശ്വസിക്കണം. അതേമാതിരി പിന്നെ ഒരാൾ വന്നിട്ട് പറയണം, എനിക്കുള്ള കുട്ടികളൊക്കെ ഉണ്ടായ കുട്ടികളൊക്കെ പെൺകുട്ടികളാണ്. ഇപ്പൊ ഭാര്യ ഗർഭിണിയാണ്. അതെന്ത് ചെയ്യണം? ആൺകുട്ടിയാണം. സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ആൺകുട്ടി ഉണ്ടാകാൻ ബോധി ഉണ്ടാവും, ആൺകുട്ടി മാത്രമുള്ളവർക്ക് പെൺകുട്ടി ഉണ്ടാകാൻ ബോധി ഉണ്ടാവും. അല്ലെ? അങ്ങനെ സ്വാഭാവികമാണ്. ഇയാളടുത്ത് ചെന്നു. ഇയാളടുത്ത് വന്നിട്ട് ഇയാൾ പറഞ്ഞത്രേ, അതിനെ ഞാൻ ആൺകുട്ടിയാക്കിയിരിക്കുന്നു. ആര്? ഞാൻ ആൺകുട്ടിയാകുമ്പോൾ ഞാൻ പഠിച്ചോളം ദ്വാരിക്കാന്നല്ല, ഞാനതിന് ആൺകുട്ടിയാക്കിയിരിക്കുന്നു. ആരായി ഞാൻ? എന്നിട്ട് ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞ് കള്ള കഥകൾ പറഞ്ഞ് സമൂഹം. ഇപ്പൊ അമ്മക്ക് ചിരി പറയുന്നേ എനിക്കും കേൾക്കണം, നിങ്ങൾക്കും ചിരിയാ വരുന്നത്. പക്ഷെ ഇത് ഈമാൻ കൊള്ള തന്നെ എന്ന് പറഞ്ഞ കുറെ കൗമുണ്ട്. സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാണ്,
പിന്നെ ചിലരൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ അന്ധവിശ്വാസം അനാചാരമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടന്നുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെ കല്യാണം കഴിച്ചെന്നൊക്കെ മറ്റേ വിശ്വാസക്കാരാണ്, പിന്നെയാണ് മാറി, മൂപ്പര് മാറി, അപ്പം നമ്മളോട് മാറി. ഓക്കെ, അതൊരു കാരണമാണ്. പക്ഷേ കാരണം അതാണെങ്കിലും എന്തുകൊണ്ടത് സ്വീകരിക്കുന്നു ചോദിച്ചാൽ ഇത് സത്യമാണെന്നുള്ളതുകൊണ്ടാണ്. ഏത് നമ്മുടെ ഈ സലഫി ആദർശം, വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആശയം നമ്മൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു വെച്ചാൽ അത് ഭർത്താവ് സ്വീകരിച്ചുകൊണ്ട് അതൊരു നിമിത്തമായി. പക്ഷെ ഇത് സത്യമാണെന്നുള്ളതുകൊണ്ടാണ്. ആ നിലയ്ക്ക് നമ്മൾ പഠിച്ച് മനസ്സിന് തുമഇനീനത്ത് സമാധാനം ഉണ്ടാക്കണം. ശരി, ആ രീതിയിൽ കുറെ കഥകൾ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കണം. എന്നാൽ യഥാർത്ഥത്തിലുള്ള കറാമത്തിന് നമ്മൾ എതിരാണോ? ഇല്ല. മറിയം ബീവി എത്ര കറാമത്തുണ്ടായി? നമ്മൾ നിഷേധിച്ചോ? ഇല്ല. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കൾ എത്ര കറാമത്തുണ്ടായി? നിഷേധിച്ചോ നാം അവരുടെ കറാമത്ത്? ഇല്ല. ഉള്ളതിനെ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കാൻ പറ്റൂല. എന്നാൽ ഇതിന്റെ പേരിൽ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുക, എന്തും പറഞ്ഞുണ്ടാക്കുന്ന രൂപത്തിലാണ്. വല്ലാതെ പിടുത്തം വിട്ടപ്പോ ഇപ്പൊ അവരും തുടങ്ങി ഒന്ന് കൺട്രോൾ ചെയ്യാൻ. രണ്ട് മൂന്ന് മാസങ്ങൾക്ക് അപ്പുറം കേരളത്തിൽ ഈ AP വിഭാഗത്തിന്റെ കുറെ പണ്ഡിത സമ്മേളനങ്ങൾ, ഉലമാ കോൺഫറൻസുകൾ നടന്നിരുന്നു പല ജില്ലകളിലും. അതിൽ കാര്യമായിട്ട് പല ആലിമീങ്ങളെ വിളിച്ച് പറഞ്ഞെന്താ അറിയോ? അങ്ങനെ കറാമത്ത് പറയാൻ പാടില്ല, അങ്ങനെ കറാമത്ത് കഥ പറയാൻ പാടില്ല, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പറയാൻ പാടില്ല, അതേമാതിരി പിന്നെ ആശയക്കുഴപ്പമുണ്ടാണ് പറയാൻ പാടില്ല, സോഷ്യൽ മീഡിയന്റെ കാലാണ്, അങ്ങനത്തെ ഒന്നും പറയരുത്. സോഷ്യൽ മീഡിയയിലേക്ക് ഇനിയും പറയും നല്ല തള്ളു അല്ലേ, തള്ളിന്റെ കാലാണല്ലോ, തള്ളുന്നെ ആകെ തള്ളുക എന്ന് കാണുന്നത്. ചിലപ്പോൾ ചില ഓഫീസിൽ ചെന്നാൽ അവിടെ എഴുതിച്ച് കാണാം തള്ളുക. അപ്പൊ ചിരി നമുക്ക് പഠിച്ചോനെ എല്ലായിടത്തും തള്ളരുത്, ഇവിടെ മാത്രം തള്ളാന്ന്. ഏതായിരുന്നാലും ഇങ്ങനെയാണ് തള്ളന്നെ, പെരുന്തള്ള്. എന്നിട്ട് അങ്ങനെ തള്ളലേറിയപ്പോ ഇവരെന്നെ പറയാൻ തുടങ്ങി അങ്ങനത്തെ ഒന്നും പറയാൻ പാടില്ല, ബുദ്ധിക്കെതിരാണ്, പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പഴയ കാലത്ത് ഉണ്ടായിരുന്ന കുറെ സെബീനന്റെ കിതാബുണ്ട്, കുറച്ചൊക്കെ നിങ്ങൾ തള്ളി ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഇനിയും കുറച്ച് ബാക്കിയുണ്ടല്ലോ. അതേപോലെ മൗലിദ് കിതാബുണ്ട്, റിഫായിമാലുണ്ട്, മൊയ്തീമാലുണ്ട്, കുത്തുബിയത്തുണ്ട്, ഇങ്ങനെ പല സാധനവും ഉണ്ട്. ഇതിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയോ? ഒരു ഉദാഹരണം, ഈ മൊഹീദ്ദീൻ മാല, നമുക്ക് സമയമില്ല, മൊഹീദ്ദീൻ മാല ഉണ്ടാക്കിയത് ബഹിജ കിതാബി എന്നും അവർഷെന്ന ബെയ്ത്തിന്നുമാണ്. ഈ രണ്ട് ബെയ്ത്തുന്ന അതിലെ ബഹിജ കിതാബിൽ പറയുന്ന കുറെ കഥ ഉണ്ട്. നൂഹ് നബിയുടെ കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, അന്ന് ആ കപ്പൽ എങ്ങനെ സഞ്ചരിച്ചത്? അല്ലാഹു പറഞ്ഞ തജ്രീബി അയുനിന, നമ്മുടെ ശ്രദ്ധയിലും പരിഗണനയിലുമാണ് കപ്പൽ സഞ്ചരിച്ചത് അല്ലേ. എന്നാൽ ഈ സാധനത്ത് പറയാണ് അത് എന്റെ ഉള്ളം കൈയിന്റെ പവറോടാണ് ആ കപ്പൽ സഞ്ചരിച്ചത്. മൊയ്തീച്ചേക്കുന്നുണ്ടോ ഉള്ളം കൈ? അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞല്ലോ ശത്രുക്കള്. ആ തീ അണഞ്ഞു പോയത് എന്റെ ദുആ കൊണ്ടാണ്. അന്ന് ഇദ്ദേഹം ഉണ്ടോ? ഇല്ല. അതേപോലെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അസുഖം മാറിയത് എന്റെ തുപ്പുനീര് വരട്ടിയിട്ടാണ്. ഞാൻ എന്തെല്ലാം പടായി, ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുണ്ടോ? റിഫായിമാല, മൊയ്തീമാല എടുത്ത് പരിശോധിച്ചാൽ എന്തെല്ലാം റിഫായിമാല പറയുന്നുണ്ട്. ഈ റിഫായി ഷേഖ് ജനിക്കണ വലിയ അത്ഭുതത്തിലൂടെയാണ്. കാരണം ഉപരി ജനിക്കേണ്ട നേരായി, പക്ഷേ ജനനം നടക്കുന്നില്ല, ഉമ്മ കിടന്ന് ഇടങ്ങേറാകുകയാണ്. അപ്പൊ എന്താ സംഭവം എന്നറിയോ? റിഫായി ഷേഖ് സമരത്തിലാണ്. ഈ ക്രിറ്റിക്കൽ സ്റ്റേജിലാണല്ലോ സമരം ഉണ്ടാകുക. ഈ നേരത്തെ സമരം ചെയ്ത് എന്തായാലും വിജയിക്കുമല്ലോ. ഉമ്മ ഇടങ്ങേറാകുകയാണ്. അവസാനം എന്താ മൂപ്പരെ ഡിമാൻഡ് അറിയോ? ഷെയ്ഖിന്റെ എനിക്കും എൻ ബയ്യാൽ തുടർന്നവർക്കും സ്വർഗം തന്ന ഞാൻ ഇറങ്ങാം, ഇല്ലെങ്കിൽ ഇറങ്ങൂല, ഇവിടെ കിടക്കും. ഉമ്മ കുടുങ്ങി, പടച്ചോ അതിലേറെ കുടുങ്ങിയിട്ട് എന്ത് ചെയ്തറിയോ? 4 സ്വർഗമാണ് കൊടുത്തു. സുഖപ്രസവം 4 സ്വർഗം കൊടുത്ത് ഉമ്മ പ്രസവിച്ചു. അങ്ങനെ ഇതിന്റെ ക്ലൈമാക്സ് അവിടെ അല്ല. എന്ത് ചോദിച്ചാല് ഈ പിന്നെ കുട്ടി വലുതായി വലിയ ആളായി ഇവിടെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇസ്മായിൽ എന്നൊരാളുടെ ഒരു വലിയ തോട്ടം കണ്ടു, നല്ല സുന്ദരമായൊരു തോട്ടം. അപ്പൊ ഇയാൾക്ക് ഇതൊന്നും വാങ്ങിയാൽ തിരക്കിടില്ല. അങ്ങനെ വില പറഞ്ഞു നോക്കി, വില പറഞ്ഞിട്ട് ഇയാൾ വില കൊണ്ടൊന്നും അടുക്കണില്ല. അവസാനം ഇയാൾ പറഞ്ഞു, ദുനിയാവിലൊരു മുതലിന് ഞാൻ തരില്ല. ആരോടായി പറഞ്ഞത്? ദുനിയാവിലൊരു മുതലിന് ഞാൻ ഈ തോട്ടം തരില്ല. ഷെയ്ഖ് എന്ത് ചെയ്തു? നിങ്ങള് ഈ 4 സ്വർഗം കൊടുത്താണ് ആ തോട്ടം വാങ്ങി. ഭയങ്കര ബളായിപ്പോയി. സാധാരണ ഒരു നല്ല വലിയാണ് എന്താ ചെയ്യാ? ഇപ്പൊ ആ തോട്ടം കൊടുത്താലും ഉള്ള സ്വർഗം കിട്ടണമെന്നല്ല ആലോചിക്കുക. ഇതല്ല, 4 സ്വർഗം പടച്ചോൻ കൊടുത്തിട്ടേ, കഥയാണ്, കൊടുത്തിട്ടേ എന്ത് ചെയ്ത്
അത് 4 കൊടുത്താണ്ട് ഇതാണ് വാങ്ങി. ഈ ചെറിയ കുട്ടികൾക്ക് ഉണ്ടല്ലോ എന്തെങ്കിലും ടോയ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ചെറിയ 10 പൈസ മുട്ടായി എടുത്താൽ മതി, ഓല അങ്ങോട്ട് തരും. ഈ നിലവാരം അതിലും താഴെ നിലവാരത്തിലേക്ക് ഷെയ്ഖിനെ പരിചയപ്പെടുത്തണം. എന്നിട്ട് എന്നാ തരക്കടില്ല, ഒരു അര സ്വർഗം കൊടുത്താണ്ട് 3.5 അവിടെ വെച്ചാണ്ടാണെങ്കിൽ പിന്നെ മനുഷ്യനോട് പറഞ്ഞിക്ക 4 അവിടെ കൊടുത്തു. ഈ ദുനിയാവ് മുഴുവൻ ഈ സ്വർഗത്തിന് പകരാവൂ? ആലോചിച്ച് നോക്കി. അതാണ് കൊടുത്താണ് ഇത് വാങ്ങി. ഇത് വിശ്വസിക്കണം. ഇത് ബുദ്ധി കുളുക്കുളം കഴിയുണ്ടോ? ഇനി അദ്ദേഹം ഒരിക്കൽ കഅബ തവാഫ് ചെയ്യാൻ ചെന്നു. അപ്പൊ നമ്മൾ ഈ പഴയ കാലത്ത് കണ്ണ് കാണാത്ത ആൾക്കാരൊക്കെ ഈ തുടി നട്ട സംഘം മുട്ടുന്ന സാധനം ഉണ്ടാവുമല്ലോ, ഈ സാധനം ഇട്ടാ ചെന്നപ്പോ അവിടെ ഇത് മുട്ടിക്കാണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യാൻ മക്കാര് പറഞ്ഞു, ഇപ്പൊ ഇവിടെ പറ്റൂല, പുറത്തു പോവാ, ഇത് ഇവിടെ പറ്റൂല. ആരോടായി പറഞ്ഞ് അല്ലേ? ഉടനെ കൊളത്തിയാർ, ഉടനെ കഅബ ആ ദുടി ഉപരെന്ത് ചെയ്ത് കഅബമ്മല് കൊളത്തി. അപ്പൊ അവിടെ ഈ കലണ്ടർ തൂക്കണ മാതിരി ആണി ഉണ്ടായിനിയോ, അല്ല മൂപ്പര് ഇങ്ങനെ കോന്തലക്കൽ ആണിയും കൊണ്ട് നടക്കലാണോ, ആമ്പറോയിട്ട് നടക്കലാണോ? കഥയെ ചോദ്യമില്ല, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അങ്ങനെ എന്ത് ചെയ്ത് അവിടെ കൊളത്തിയിട്ട് പറഞ്ഞു, ഉടനെ കഅബം തവാഫ് എന്ന് ചെന്നോവർ, കഅബനോട് അങ്ങോട്ട് ഇങ്ങനെ ഞാൻ പടക്കാൻ ഇങ്ങോട്ട് തവാഫ് ചെയ്യും. കഅബന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർവീസിനിടയ്ക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോണ്, കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യും. ഇവിടെ ഇത്രയും കാലം ഉണ്ടായത് എന്താണ്, ഒക്കെ അങ്ങോട്ടാ തവാഫ്. ഇത് കഅബൻ അങ്ങോട്ടാ തവാഫ്. ഇത് കഅബ ആദ്യമായിട്ട് തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെ കഅബ ഇളകി തുളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ലാഹ് വിളിച്ചു. അവർ റിഫായി അലമ്പുണ്ടാക്കല്ലേ, അല്ല കുടുങ്ങി പര ജയിച്ച് അല്ല തോറ്റ് റിഫായി ജയിച്ചു. ഇങ്ങനെ പിന്നെ അങ്ങനെ പറയുന്നുണ്ട്, എന്റെ മുരീദീനെ പെരുമ്പാമ്പ് തീണ്ടുകിൽ എന്നും വിഷമില്ല എന്ന് പറഞ്ഞവർ. എന്റെ മുരീദന്മാരെ പെരുമ്പാമ്പ് അടിച്ച വിഷമില്ല. പെരുമ്പാമ്പ് ആരെ കടിച്ചാലാ വിഷമുള്ളത്? വേറൊരുത്തരം വന്നാണ് പറയുന്നത്, എന്റെ മുരീദിനെ നീർക്കോലി കടിക്കുവിൽ ഒരിക്കലും വിഷമില്ല എന്ന് ചൊന്നോവർ. മണ്ടില് കടിക്കുവിൽ, ചേര കടിക്കുവിൽ, ആകെ നമ്മളെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ആകെ 4 പാമ്പിനെ വിഷമുള്ളൂ. രാജവെമ്പാല, മൂർഖൻ, അണലി, മറ്റേ വെള്ളിക്കെട്ടൻ. ഇതിനെ വിഷമുള്ളൂ. മറ്റേ പാമ്പായി നടക്കേണ്ടത് വിഷമൊന്നുമില്ല. അപ്പോ എന്താണ്, ഇതല്ലാത്തൊക്കെ മാല ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് എത്ര ടൈപ്പ് പാമ്പുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ എന്താ സംഗതി? അങ്ങോട്ട് പറയണം ഇതൊക്കെ ഈമാൻ കൊള്ള ആൾക്കാർ. ഞാൻ ദീർഘിപ്പിക്കണില്ല, അവസാനിപ്പിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ കറാമത്തിനെ അല്ല എതിർക്കുന്നത്, ഉള്ളതിനെ എതിർക്കണില്ല, എതിർക്കാൻ പറ്റൂല. 2 സംഗതി. ഒന്ന്, ഈ ജാതി വ്യാജ കഥകൾ, നിസ്കരിക്കാത്ത വലിയ ആളുകൾ ആലോചിച്ചു. CM-നെ പറ്റി പറയണം, അയാൾ ഒരു പക്ഷെ മാനസികമായിട്ട് സുഖമില്ലാത്ത ആളായിരിക്കാം, അയാൾ നമ്മൾ ഫ്രീ ആക്കി വിടുക. പക്ഷെ ഇത് ഔലിയപ്പാപ്പനെ കെട്ടിപ്പിടിക്കാൻ ആരെ പറഞ്ഞ്? മൂപ്പരൊരിക്കൽ ഏതോ ഒരു റമദാനില് ഒരു ചായപ്പീടി കയറിയിട്ട് ചായ കുടിക്കണം. പകല് ചായപ്പീടി കയറിയിട്ട് ചായ കുടിച്ചാണ് ഔലി. അതിലൊരു മുരീദിന്റെ അടുത്ത് മൂപ്പരിങ്ങനെ കണ്ണുള്ള അന്തം വിട്ടാണ്, കിളി പോയി ഇങ്ങനെ നോക്കുകയാണ്. എന്താ പത്? റമദാനിലുള്ള പഠിച്ചോനെ ഇത് ചായയുള്ളപ്പീ കുടിക്കണത്, വലിയ ഉള്ളപ്പത്. അതിന് ഇയാൾ കുടിച്ചതിന്റെ ബാക്കി ആ മുരീദിന് കൊടുത്തു. കുടിച്ചൂടുകാർ അതിൽ കജ്ജി പിടിച്ചിങ്ങനെ നിൽക്കാണ്. കുറച്ചേരം അന്തം ഉണ്ടാവേ, കുറച്ച് കുടിച്ചൂടുകാർ ബേജാറായി കുടിച്ച്. എന്നിട്ട് മൂല്യന്മാർ ചർച്ച ചെയ്യണം, ഓന്റെ നോമ്പ് മുറിയല്ലേ, ഇവന്റെ മുറിയല്ലേ? അത് മുറിയില്ല, ഉറപ്പ്. ഇവന്റെ മുറിയോന്നാണ്. അപ്പോഴോ ഈ വലിയ വിശ്വാസമുള്ള ആളാണെങ്കിൽ മുറിയില്ല. എന്താ നോമ്പ് ഇരുമ്പോലൊക്കെയാണ്, മുറിയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ആരാണവർ? ഈമാനും തഖ്വയും ഉള്ളവരാണ്. ഈമാനുള്ളവൻ നോമ്പ് നോൽക്കൂലേ, നിസ്കരിക്കൂലേ? നിസ്കരിക്കാത്ത ആള് വലിയാവേ, ശരീഅത്ത് പാലിക്കാത്തവൻ വലിയാവേ. എന്നിട്ട് മൂല്യന്മാര് എന്തൊക്കെ പഴയ കാലത്ത് പറഞ്ഞിന്, 40 തടിയാണ് ഒരു വലിയ. ഇപ്പൊ വല്ല പറയില്ല, ഇപ്പൊ എല്ലായിടത്തും CCTV ഒന്നുണ്ടെങ്കിൽ പറയില്ല. ഒന്ന് ഇവിടെ അവിടെ കട്ടെ, അടുത്ത ഇവിടെ കാണിക്കുക. ഹെറമിലാന്ന് പറയാം, ഹെറമിൽ ഫുള്ള് CCTV. അപ്പൊ പറയില്ല, കുട്ടിക്ക് കിടക്കുക. യുഗം കൂടെ ഒന്ന് സ്പ്രെഡ് ആയാലും ആകെ കുടുങ്ങും, കൂട്ടി പോണ്ടി വരുമ്പല്. ആലോചിച്ച് നോക്ക്, 40 തടി. എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങനെ അന്തപ്പെട്ട് നിസ്കരിക്കാറോ? ഞാൻ പറഞ്ഞ അയാളെ കുറ്റപ്പെടുത്തല, അയാൾക്ക് ഒരു പക്ഷെ മാനസികമായിട്ട് സുഖം ഉണ്ടാവില്ല, അയാളെ ആ വഴിക്ക് വിട്ടാൽ മതി. പക്ഷെ ഈ മനുഷ്യനെ അയാൾ എന്ത് ചെയ്യാണ്, അത് വലിയാണ്. അവിടെ ഇതിപ്പോ പള്ളിയാണെങ്കിൽ പള്ളിന്റെ എമ്മരത്ത് കിടക്കുന്നുണ്ടാവും, ഇവിടെ ഇരിക്കുന്നുണ്ടാവും, എന്നാലും അവിടെ ജമാഅത്താണ്, മൂപ്പര് കയറൂല. അപ്പൊ ആൾക്കാര് മൂപ്പര് ഹറമിൽ നിസ്കരിക്കുകയാണ്. ഒരു മൂല്യര് കഥ അറിഞ്ഞേക്കണമെങ്കിൽ നമുക്ക് സമയമില്ല. ഒരു മൂല്യര് പറയാണ്,
ഇതേമാതിരി ഷെയ്ഖ് നിസ്കരിക്കൂല. അപ്പൊ ഒരു ആള് ചോദിച്ചു, എന്താ ഷെയ്ഖ് നിങ്ങൾ നിസ്കരിക്കാതെ? അതിൽ ഇയാളൊരു ഒറ്റ തട്ടുപനെ തട്ടുകാരനെ വയന്ന തട്ടൊന്നല്ല, ഇയാൾ എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വീണു എന്നല്ല, ലാൻഡ് ചെയ്തു എന്നവരല്ലേ. അവിടെ അങ്ങനെ വന്ന് ഇങ്ങനെ വീണ് നോക്കുമ്പോ ഇയാളിങ്ങനെ നോക്കുമ്പോ അവിടെ കുറെ ആൾക്കാർ കൂടിക്കുന്നു. അപ്പൊ അവിടെ ഒരു ജമാഅത്ത് നിസ്കാരം നടക്കാൻ പോവാണ്. അങ്ങനെ ഇയാളെ കൂടാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ അതിനെ ഇമാമാരോ ഇയാളാണ്, നേരത്തെ പറഞ്ഞ പെരുന്തള്ളാണ്. ഈ ആളാണ് അവിടെ ഇമാമ്. അല്ലല്ലല്ല, ഇയാളെ ഇപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തി സംശയിച്ചത് എന്ന് ആലോചിച്ചായിട്ട് എന്ത് ചെയ്തു പറയോ, സോറി പറഞ്ഞു, സോറി ഇട്ടോ, ഞാൻ മനസ്സിലാക്കില്ലേനി, അഞ്ഞങ്ങനെ ഉണ്ടായതിനെ തിരിച്ചിങ്ങോട്ടും തട്ടി ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത്. വിശ്വസിക്കണം. ഈ ജാതിക്ക് ആദ്യം പറഞ്ഞിട്ട് എന്തല്ല. ഞാൻ പറയുന്നത് യഥാർത്ഥ ഔലിയാക്കൾ നമ്മൾ എതിർക്കൂല. കറാമത്തിന്റെ പേരിൽ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുകയാണ്. വലിയ ആരാണ്? ഈമാനു തഖ്വയുള്ള ആൾക്കാരാണ്, അള്ളാനെ ഭയന്ന് ജീവിക്കുന്നവരാണ്. ഒരു വലിയ എന്ന് പറയുമ്പോൾ ഒരാൾക്കും അബൂബക്കർ സിദ്ദീഖിന് ഓർമ്മയില്ലല്ലോ റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യന്മാർക്ക് ഉമറുൽ ഫാറൂഖിന് ഓർമ്മയില്ലല്ലോ, അതുപോലുള്ള സ്വഹാബികൾ ഓർമ്മയില്ലല്ലോ. എന്താ സമൂഹത്തെ പഠിപ്പിച്ചെങ്ങനെയാണ്? ഈ ശരീഅത്ത് പാലിച്ച് ജീവിക്കാതെ ഇജാതി മനുഷ്യന്മാരാ വലിയ എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയവരാണ് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാ. അത് തിരിച്ചറിയാൻ കഴിഞ്ഞവരാ. ഇതിനർത്ഥം മഹാന്മാരായ ഔലിയാക്കളെ നമ്മൾ അനാദരിക്കുന്നു എന്നല്ല, അവരെ നമ്മൾ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ ഈ ജാതി ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയണം. ഒന്ന്. രണ്ട്, അവരോട് പ്രാർത്ഥിക്കാനും പാടില്ല. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോഴോ സഹായത്തേട്ടെന്ന് പറയുമ്പോ നമ്മൾ രോഗം വന്ന ഡോക്ടറെ അടുത്ത് പോണില്ലേ? അത് അള്ളാഹുവോട് നിശ്ചയിച്ച കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ചോദ്യമാണ്. ആ ഡോക്ടർ മരിച്ചുപോയി വിചാരിച്ചോളൂ, അയാൾ പിന്നെ സഹായം ചോദിക്കുവോ? ഇല്ല. അന്ന് മുമ്പ് ചോദിച്ചില്ലേ? എന്താ കാരണം? അന്ന് ഈ ബന്ധമുണ്ട്. ഇപ്പൊ ഇയാൾ ബന്ധത്തിന്റെ അപ്പുറത്താണ്. മൊയ്തീൻ ഷേഖി ബന്ധത്തിന്റെ അപ്പുറത്താണ്, ദിഫായി ഷേഖി ബന്ധത്തിന്റെ അപ്പുറത്താണ്, ബദരീങ്ങളി ബന്ധത്തിന്റെ അപ്പുറത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ബന്ധത്തിന്റെ അപ്പുറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഫാത്താകുമ്പോ അവിടുത്തെ പടയെങ്കി പണയത്തിൽ ആ ഒരു ജൂതന്റെ അരികില് സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടല്ലേ പണയം വെച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ആ സാമ്പത്തിക പ്രയാസം ഉണ്ടായപ്പോൾ ഇബ്രാഹിം നബി എന്ന് സഹായം ചോദിച്ചില്ല? എന്നാൽ ഈ ജൂതനോട് സഹായം ചോദിച്ചു. ഈ ജൂതൻ ഈ പറഞ്ഞ ബന്ധത്തിന്റെ ഉള്ളിലാണ്. ഇബ്രാഹിം നബിയോ ഈ ബന്ധത്തിന്റെ അപ്പുറാണ്. ബദറിന്റെ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് സഹായം ചോദിക്കുന്നുണ്ട്. സ്വഹാബ, നിങ്ങൾ ഉണ്ടാവൂലേ കൂടെ? ഉറച്ചു നിൽക്കൂലേ? സഹായിക്കൂലേ? അവർ പറഞ്ഞു, അതേ റസൂൽ ഉണ്ടാകും, ഞങ്ങൾ കൂടെ സഹായിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ആ സ്വഹാബത്തിനോട് സഹായം ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല ഇബ്രാഹിം നബിയെ സഹായിക്കണേ എന്ന്, ഇസ്മായിൽ നബിയെ സഹായിക്കണേ എന്ന്, നൂഹ് നബിയെ സഹായിക്കണേ എന്ന് അലൈഹിമുസ്സലാം അജ്മഈൻ ചോദിച്ചില്ല. എന്തേ? ഈ സ്വഹാബത്ത് ഈ പറഞ്ഞ കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽ ഇവിടെയുണ്ട്. എന്നാൽ ആ ഈ ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ നൂഹ് നബിയോ ഒക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ്. ഈ ബന്ധത്തിന് അപ്പുറമാണ്. ഈ അപ്പുറമുള്ള ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നോക്കൂ, ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകളുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി ധാരാളം പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ഒന്നുപോലും മുമ്പ് കഴിഞ്ഞു പോയ മറ്റൊരു നബിയോട് ഇല്ല. എല്ലാം അല്ലാഹുവോട്. അതാ നമ്മൾ പറയുന്നത്, അതാണ് നമ്മൾ സ്വീകരിച്ചത്. ഇനി രാവിലെ എണീറ്റ സമയം മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെയുള്ള എത്രയോ പ്രാർത്ഥനകളുണ്ട്. ഒക്കെ അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന അല്ലെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞ് അല്ലാഹുവോട് മാത്രമാണ്. അല്ലാഹുവോട് മാത്രമാണ്. ഈ മാത്രം എല്ലാ രംഗത്തും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമുക്ക് ശ്വസിക്കാനുള്ള സംവിധാനം നമ്മുടെ റബ്ബ് ഏർപ്പെടുത്തി, അല്ലേ? ഇഷ്ടംപോലെ വായു ഉണ്ട് ഇവിടെ, ഓക്സിജൻ ഉണ്ട് ഇവിടെ. വെള്ളം വേനൽക്കാലായാൽ ചില പ്രദേശങ്ങൾ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യും. കുട്ടികളൊക്കെ പറയും വെള്ളം കരുതി ഉപയോഗിച്ചാൽ മതി. പള്ളിക്കലൊക്കെ എഴുതി വെക്കും, വെള്ളം കുറവാണ്, കരുതി ഉപയോഗിക്കുക, അങ്ങനെ എഴുതി വെക്കും, അല്ലേ? അത് നമ്മൾ എഴുതി വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ആരെങ്കിലും പറയുന്നുണ്ട് ശ്വാസം കുറച്ച് ശ്വസിച്ചാൽ മതി ഉണ്ടോ? വല്ലാതെ ഓടി നടക്കരുത്. കാരണം എന്താ? എടുക്കുമ്പോൾ കൂടുതൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കുറേശ്ശെ ശ്വസിച്ചാൽ മതി, തീരും എന്ന് പറയോ? ഇല്ല. ആലോചിച്ച് നോക്കൂ, അല്ലാഹു ഇവിടെ സിസ്റ്റം ഏർപ്പെടുത്തി. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ്. അത് ഈ മരങ്ങൾക്ക് വേണം.
പകൽ സമയത്ത്. രാത്രി ഏറ്റവും ഓക്സിജൻ വേണം. പകൽ സമയത്ത് ഈ അത് അവെടുക്കുന്നു. പകൽ സമയത്ത് അവരിങ്ങോട്ട് തരുന്ന് ഓക്സിജൻ തരുന്നു. ഈ സിസ്റ്റം ഏർപ്പെടുത്തി. ഇനി നമ്മൾ മേശപ്പുറത്തുള്ള വെള്ളം അത് കുടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇങ്ങനെ കൊണ്ടുപോകണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? വായിലേക്ക് എത്തിക്കണം. ഇതോ നമ്മളിങ്ങനെ വിശ്വസിച്ചു. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ, നിങ്ങൾ കേൾക്കുന്ന ഇടയിൽ പല ഓർമ്മയത് പലർക്കും ഇത്ര ഈസി ആയിട്ട് സിസ്റ്റം ഇവിടെ ഏർപ്പെടുത്തിയല്ല. അതിൽ ആവശ്യമുള്ള എടുക്കുക, പുറന്തള്ള. ആലോചിച്ച് നോക്കൂ, ഈ സിസ്റ്റം ഏർപ്പെടുത്തി. അതിനെന്തെങ്കിലും അസുഖം വന്നാല് ഡോക്ടറെ കാണുക. അത് ഈ പറഞ്ഞ ഭൗതികമായ വിഷയമാണ്, ദുന്യവിയായ കാര്യകാല ബന്ധത്തിനുള്ളിലാണ്. അതിനപ്പുറത്തേക്ക് ചോദിക്കേണ്ടത് ആ റബ്ബിനോടാണെന്നുള്ളത് ഏതൊരു മനുഷ്യനും, ബുദ്ധിയുള്ള മനുഷ്യനും ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന സംഗതിയല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അവന് ഞാൻ പങ്കു ചേർക്കില്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ മുജാഹിദിനോടും മുജാഹിദത്തിനോട് പറയാനുള്ളത് രണ്ട് കാര്യം പ്രിയമുള്ളവരെ. ഒന്ന്, ഇതിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാ. ഈ അല്ലാഹുവോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കോടോ ഔലിയാക്കോടോ വിളിച്ചു പ്രാർത്ഥിക്കാത്ത ശുദ്ധമായ തൗഹീദ് സ്വീകരിക്കാൻ അവസരം റബ്ബ് തന്നതിന്. രണ്ട്, അതിന് നന്ദി കാണിക്കുക. ഈ സന്ദേശം കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇനിയും അന്ധകാരത്തിൽ, ശിർക്കിന്റെ അന്ധകാരത്തിൽ, അന്ധവിശ്വാസങ്ങൾ കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർക്ക് പഴയ കാലത്ത് പലരും റിസ്ക് എടുത്തത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത് എന്നതുപോലെ ഇനി നമ്മൾ റിസ്ക് എടുത്താലാണ് ശേഷമുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്നത് എന്ന ബോധത്തോടെ എത്തിച്ചു കൊടുക്കാൻ നാം ശ്രദ്ധിക്കണം. അവസാനിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കാനും നാം മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിലെ മനുഷ്യന്മാരുണ്ട്, നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തിലെ അയൽപക്കത്തെ മനുഷ്യന്മാരുണ്ട്, ഇപ്പോഴും ശിർക്കിൽ കഴിയുന്ന മനുഷ്യന്മാർ. ആ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ? നമ്മൾ പല മനുഷ്യന്മാർക്കും തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു, അതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂടി വേണം. റബ്ബേ, ആ മനുഷ്യന് നീ തൗഹീദ് കൊടുക്കണേ, ഹിദായത്ത് കൊടുക്കണേ, തൗഹീദ് എത്തിച്ചു കൊടുക്കണേ, അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അങ്ങനെ ദഅവത്ത് നടത്തുക. മാറ്റം ഉണ്ടാവും, അത്ഭുതകരമായ മാറ്റങ്ങൾ. ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പല കാരണന്മാരും മുമ്പ് ഈ മൗലൂദും നേർച്ചയും പല ജാതിയും പരിപാടി പങ്കെടുത്തോലേക്കാരം. പിന്നെ ഇതേപോലെ ഏതോ സ്ഥലത്ത് വെച്ച് കേട്ടു, മാറ്റണ്ടായി. ഇനിയും മാറ്റം ഉണ്ടാവും. അതിന് പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം നിരന്തരം ദഅവത്ത് നടത്തും, പറഞ്ഞു കൊടുക്കും. ഉമ്മ കേൾക്കൂല, സ്വീകരിക്കൂല. കുറെ വട്ടം പറഞ്ഞു, ഉമ്മ സ്വീകരിക്കില്ല. പിന്നെയും വിളിച്ചു. ഒരു ദിവസം വിളിച്ചപ്പോ ഉമ്മ എന്ത് ചെയ്തു അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ട് ചീത്തറഞ്ഞു, വല്ലാതെ ചീത്തറഞ്ഞു. അദ്ദേഹത്തിന് സഹിച്ചില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു സഹിച്ചില്ല. തന്നെക്കാളും തന്റെ ഉമ്മയെക്കാളും താൻ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലമയെ ഉമ്മ ചീത്തറിഞ്ഞപ്പോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തിനാ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലമയെ ചീത്ത പറഞ്ഞത്? ഉമ്മാന്റെ ഭാഷയിൽ മോൻ പേക്കാൻ കാരണമാണ്. റസൂലുള്ളാഹി ഉമ്മാന്റെ ഭാഷയിൽ ചീത്തറിഞ്ഞു. ഇദ്ദേഹം കരഞ്ഞുപോയി, കരഞ്ഞോടിച്ചെന്നു റസൂലുള്ളാഹി അരികിലേക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി അരികിലേക്ക് ഓടിച്ചെന്ന് കരഞ്ഞോട് ചെന്ന് പറഞ്ഞു, റസൂലേ, എന്റെ ഉമ്മ ഇനിയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഞാൻ പലവട്ടം വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഉമ്മ കേൾക്കുന്നില്ല. ഇന്ന് വിളിച്ചപ്പോൾ റസൂലെ, അങ്ങയെ എന്റെ ഉമ്മ ചീത്ത പറഞ്ഞു. അതുകൊണ്ട് ഉമ്മ അബീ ഹുറൈറ, എന്റെ ഉമ്മാക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ദുആക്കണം നബിയേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ദുആയിരുന്നു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. അതാണ് കേട്ടപ്പോൾ വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. ആരാ ദ്വാരുന്നത്? റസൂലുള്ളാഹി സ്വല്ലമയാണ്. അദ്ദേഹം സന്തോഷത്താൽ ഓടി വീട്ടിലേക്ക് ചെന്നപ്പോൾ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഈ ഓട്ടത്തിന്റെ ശബ്ദം കേട്ട് ഉള്ളിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു, മക്കാനക യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ അവിടെ നിൽക്കുക. ഇദ്ദേഹം പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തു. ഇദ്ദേഹം പറയാണ്, ഇങ്ങനെ വെള്ളം നിലത്ത് വീഴുന്ന ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടു. ഉമ്മ കുളിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഉമ്മ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ്ട് കേട്ടപ്പോ ഇദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഓടിച്ചെന്നു. ഞാൻ വഅന അബ്കി മിനൽ ഫറഹ്, സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റസൂലുള്ളാഹി അരികിലേക്ക് ഓടിച്ചെന്നു.
എന്നിട്ട് പറഞ്ഞു റസൂലേ അബ്ശിർ, സന്തോഷിച്ചോളൂ, ഫഖദ് ഇസ്തജാബ അല്ലാഹു ദഅവതക്, അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് ഇത് അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനെ സ്തുതിച്ചു. പറയുന്നത് പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തിലെ പല മനുഷ്യന്മാർ ഇപ്പോഴും അന്ധവിശ്വാസത്തിലാണ്. സഹോദരിമാരൊന്ന് ആലോചിക്കി, നിങ്ങൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇപ്പോഴും വീട്ടിലെ പല ആങ്ങളമാരുടെയും കുടുംബത്തിലൊക്കെ ഉള്ള ആൾക്കാരുടെ സ്ഥിതി എന്താണ് ആയിരിക്കുമെന്ന് ആലോചിക്കുക. എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും അതേപോലെ തന്നെ അതിന് വ്യതിയാനമില്ലാതെ വ്യതിചലനമില്ലാതെ ഉറച്ചു നിൽക്കാനും അതിന്റെ ദഅവത്തിന്റെ രംഗത്ത് കഴിയുന്ന സേവനങ്ങൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ സമയം ലേശം വൈകിപ്പോയി. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.